വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇതാണ് സാറിൻ്റെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള പ്രോഗ്രാം പ്ലാൻ. സാറിന് ഈ പ്രോഗ്രാമിന് സാറിന് ഏതെങ്കിലും ബുദ്ധിമുട്ടും എന്തെങ്കിലും മാറ്റം സാറിന് സജഷൻ ഉണ്ടെങ്കിൽ സാറിന് പറയും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വാം സീരി വെച്ചിട്ടാണ്. നമ്മൾ അതിലേക്ക് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സ്റ്റേഷനറി ബൈക്കാണ്. നമ്മളൊരു 5 minutes നമ്മൾ ചെയ്യുന്നത് 50 to 60 മാക്സിമം ഹാർട്ട് റേറ്റിലാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ബോഡീനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സാറിൻ്റെ ബോഡിയൊക്കെ ഹാർട്ട് റേറ്റൊക്കെ താഴ്ന്നിരിക്കും. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 50 to 60% നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സാർ ഇതാണ് നമ്മൾ സ്റ്റേഷനറി ബൈക്ക്. ഇതിലാണ് നമ്മൾ ഫസ്റ്റ് വാം സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് സാറിൻ്റെ ഹിപ്പ് ലെവലിലായിരിക്കണം ഈ സീറ്റ്, അതുപോലെ തന്നെ എൽബോ ലെവലായിരിക്കണം ഹാൻഡിൽ ബാർ. സാറൊന്ന് ചെക്ക് ചെയ്തു. ഓക്കെ സാർ, ഇനി എൽബോ ഒന്ന് ചെക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ സാർ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇത് നമ്മളൊരു കോൺസ്റ്റൻറ്റ് കണ്ടിന്യൂസ് സ്പേസിലാണ് ചെയ്യുന്നത്. സാറിന് കംഫർട്ടബിൾ ആയിട്ടുള്ള വലിയ ഹാർട്ട് ബീറ്റൊന്നും റേസ് ചെയ്യണമെന്നില്ല. സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ സാർ, അപ്പോൾ ഞാൻ ആദ്യം സാറിന് ഡെമോ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കയറിനേക്ക് മുമ്പ് നമ്മൾ ഇത് ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളത് റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മളൊന്ന് ലൂസ് ചെയ്തിട്ട് നമ്മൾ താഴെയാക്കി വയ്ക്കുക. എന്നിട്ട് ഇത് ടൈറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കയറുമ്പോൾ ഇത് മൂവ് ചെയ്യില്ല, പെഡൽ മൂവ് ചെയ്യില്ല. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കയറിയതിന് ശേഷം ഈ ലോക്കിൻ്റെ അടുത്ത് കാല് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ലൂസ് ചെയ്യാം. ഈ പ്ലസ് മൈനസ് ഓപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൂസ് ആവും. അത് കഴിഞ്ഞിട്ട് സാറിന് കംഫർട്ടബിൾ ആയിട്ടുള്ള പേസിൽ ഒരു 50 to 60 മാക്സിമം ഹാർട്ട് റേറ്റിൽ സാറ് സൈക്കിൾ ചെയ്യും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ സാറിനെ ഇങ്ങനെ പൊസിഷനിലാക്കി വയ്ക്കാം, ടൈറ്റ് ചെയ്തിരിക്കുന്നത്. സാർ ഇറങ്ങുമ്പോൾ ഇതുപോലെ തന്നെ ടൈറ്റ് ചെയ്തതിന് ശേഷം കംഫർട്ടബിൾ ആയിട്ട് സാർ ഇറങ്ങും. ലോക്ക് ചെയ്ത് ലെഗ് പ്ലേസ് ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ ലൂസ് സാർ ഈസി ആയിട്ട് റൈഡ് ചെയ്താൽ മതി. ഇങ്ങനെ ഒരുപാട് സ്ട്രെസ് എടുക്കേണ്ട കാര്യം. കാരണം നമ്മളത് ജസ്റ്റ് ഒന്ന് ഹാർട്ടിനൊന്ന് എലിവേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യുള്ളൂ. സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നു? സാർ കംഫർട്ടബിൾ അല്ല? ഇത് ഹൈ ഇൻറ്റൻസിറ്റിയിൽ ചെയ്യണമെന്നില്ല, നമ്മളൊരു മോഡറേറ്റ് ഇൻറ്റൻസിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ ഒന്ന് ഹാർട്ട് ബീറ്റിനൊന്ന് ജസ്റ്റ് എലിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വാമപ്പും മെയിൻ സീരിയലേക്കൊക്കെ വരുന്നതോടുകൂടി ഹാർട്ട് ബീറ്റ് നമുക്കൊരു വർക്കൗട്ടിൻ്റെ ഒരു ലെവലിലേക്ക് നമുക്ക് റേസ് ചെയ്യാം. ഓക്കെ, പാസ്. സാർ അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ വാമപ്പ് സീരിയാണ്. നമ്മുടെ ജോയിൻസിനെ ഒന്ന് ലൂസൻ ചെയ്ത് നമ്മളിപ്പോൾ ബോഡിയൊക്കെ ടൈറ്റ് ആയിട്ടിരിക്കും. നമ്മുടെ ബോഡീനെ ഫുൾ നമ്മളൊരു വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന എല്ലാ ബോഡിയിലെയും ജോയിൻസിനെ ഒന്ന് ലൂസൻ ചെയ്ത് ഒരു വർക്കൗട്ടിനെ റെഡിയാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് നമുക്ക് വാമിക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സാർ അപ്പോൾ നമ്മൾ ഹെഡ് മുതലുള്ള എല്ലാ ജോയിൻസിനും നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാൻ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഹെഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഹെഡിൻ്റെ ഫ്ലെക്ഷൻ എക്സ്റ്റൻഷനാണ്. ആദ്യം നമ്മൾ ഫ്ലെക്ഷൻ എന്ന് പറഞ്ഞാൽ കീഴ്പോട്ട് നോക്കുന്നു, എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് നോക്കുന്നു. അപ്പോൾ ഓഡ് നമ്പേഴ്സിൽ നമ്മൾ ഫ്ലെക്ഷൻ ചെയ്യുന്നു, ഈവൻ നമ്മൾ എക്സ്റ്റൻഷൻ ചെയ്യുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓഡ് നമ്പർ 1 സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ചേഞ്ച്. ഇനി നമ്മൾ നെക്ക് റൊട്ടേഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. 2 എന്ന് പറയുമ്പോൾ തിരിച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. 1 then reverse 2 3 4 5 6. ഓക്കെ, 6. ഇനി നമ്മൾ എൽബോസ് റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ പാംസ് നമ്മുടെ ഷോൾഡർ ബോൺസ് നമ്മൾ പ്ലേസ് ചെയ്യും. നമ്മൾ 5 കൗണ്ട്സ് നമ്മൾ ഫോർവേഡ് ചെയ്യും, 5 കൗണ്ട്സ് നമ്മൾ ബാക്ക്വേഡ് ചെയ്യും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ 1
2, 3, 4, 5. ഇനി നമുക്ക് 5 കൗണ്ട്സ് ബാക്ക്വേർഡ്സ്. 1, 2, 3, 4 and 5. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് റിസ്റ്റ് റൊട്ടേഷൻ ചെയ്യാം. നമ്മുടെ റിസ്റ്റ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമ്മൾ ആദ്യം 5 കൗണ്ട്സ് നമ്മൾ ക്ലോക്ക് വൈസ് ചെയ്യുന്നു, പിന്നെ 5 കൗണ്ട്സ് ആന്റി ക്ലോക്ക് വൈസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1, 2, 3, 4, 5 and anti clockwise. 1, 2, 3, 4, 5. ഈ ചേഞ്ച് നമുക്ക് ഫുൾ ആം റൊട്ടേഷൻ ചെയ്യാം. നമ്മുടെ ഹാൻഡ്സ് ഇങ്ങനെ ഫോർവേഡ് ഇങ്ങനെ പ്ലേസ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ 2 ആംസ് ആദ്യം ഫസ്റ്റ് ആം ഫോർവേഡ് റൊട്ടേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ 5, 10 വരെ ചെയ്യും. ഈച്ച് ഹാൻഡ് 5 കൗണ്ട്സ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. ഞാൻ ആദ്യം ഡെമോ കാണിച്ചു തരാം. 1, 2, 3, 4 എന്ന് നമ്മൾ ചെയ്യും. ഇതുപോലെ അതിൻ്റെ റിവേഴ്സ് ആണ് 5 കൗണ്ട്സ് കഴിഞ്ഞ് ബാക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Then reverse. നമ്മൾ ഈ ചെയ്ത ആക്ഷൻ പുറകിലോട്ട് ചെയ്യും. ഓക്കെ, സ്റ്റാർട്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഇനി നമ്മൾ 4 പോയിന്റ് ഹോൾഡ് എന്ന് പറയുന്ന പൊസിഷൻ നമ്മൾ ഹിപ്പിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നീസ് ചെയ്യാൻ വേണ്ടിയില്ല. നമ്മൾ 4 പോയിന്റ് ഹോൾഡ് എന്നാണ് പറയാം. അങ്ങനെ ഒരു ഹോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നീസിനെ നിന്നിട്ട് കൈ ഷോൾഡറിനെ കുത്തിപ്പിടിച്ച് നിൽക്കുന്നു. അതിനുശേഷം നമ്മൾ ക്യാറ്റ് ആൻഡ് ക്യാമൽ എന്ന് പറയുന്ന എക്സസൈസ് ആണ് ചെയ്യുന്നത്. അതായത് നമ്മൾ 1 എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്ലെക്ഷൻ ചെയ്യും. അതായത് ഹെഡ് റേസ് ചെയ്ത് ലംബാർ റീജിയൻ നമ്മൾ താഴോട്ട് ഫ്ലെക്സ് ചെയ്ത് വയ്ക്കും. 2 എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും. അതായത് നമ്മൾ ലംബാർ റീജിയൻ നേരെ ഓപ്പോസിറ്റ് ഉള്ളിലോട്ട് കോൺട്രാക്ട് ചെയ്യും. ഈ പൊസിഷനാണ് ചെയ്യുക. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ ഫ്ലെക്ഷൻ, 2 എന്ന് പറയുമ്പോൾ എക്സ്റ്റെൻഷൻ. അപ്പോൾ സാർ ചെയ്തു 4 പോയിന്റ് ഹോൾഡ് ഉണ്ട്. സാറ് കംഫർട്ടബിൾ അല്ലേ? ഷോൾഡർ താഴെ പാംസ് വരുന്ന രീതിയിൽ പ്ലേസ് ചെയ്യാം. ഇനി 1 എന്ന് പറയുമ്പോൾ ഫ്ലെക്ഷൻ. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. ഓക്കെ സാർ, ഇത് നമ്മുടെ ഹിപ്പിന്റെ ജോയിൻസ് ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി ലെഗ് എക്സ്റ്റൻഷൻ ചെയ്യും. സോറി, ലെഗ് സ്വിങ്സ് ചെയ്യും. അപ്പോൾ നമ്മൾ സാർ ഇവിടെ നിന്ന് ഹോൾഡ് ചെയ്തു ഒരു ബാലൻസിന് വേണ്ടി. അപ്പോൾ നമ്മൾ സാധാരണ ലഞ്ച് കൗണ്ട് ഫോർവേഡ്, ബാക്ക്വേഡ്, 1, 2 ഇങ്ങനെ നമ്മൾ ചെയ്യും. ഈസിലായിട്ട് നമ്മൾ മാറി മാറി ചെയ്യും. അപ്പോൾ ആദ്യം സാറിന് കംഫർട്ടബിൾ ആയ ലെഗ് എടുത്തിട്ട് സാർ ഫോർവേഡ് സ്വിങ് ചെയ്യും. 1, 2, 3, 4 and 5. സാർ വേണമെങ്കിൽ തിരിഞ്ഞു നോക്കും. 1, 2, 3, 4 and 5. These are നമ്മൾ ചെയ്ത ലാറ്ററൽ എക്സ്റ്റൻഷൻ. അതായത് നമ്മൾ ഫ്രണ്ടിലോട്ട് ചെയ്ത് സൈഡ് വൈസ് നമ്മൾ ചെയ്യും. 1 സാർ ഞാൻ ചെയ്ത് കാണിച്ചു. 2 ജസ്റ്റ് സൈഡ് വൈസ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സാർ നേരത്തെ ചെയ്തത് 1, 2, 3, 4 and 5. These are next. തിരിഞ്ഞു 1, 2, 3, 4 and 5. ഓക്കെ, ഇനി നമ്മൾ ലെഗിന് ചെറിയ ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ ആണ്. നമ്മൾ താഴോട്ട് ഇറങ്ങുന്നതിന് പ്ലാന്റർ ഫ്ലെക്ഷൻ, മുകളിലേക്ക് ഇറങ്ങുന്ന ഡോർസി ഫ്ലെക്ഷൻ എന്ന് പറയും. നമ്മുടെ കാലിനത്തെ ആംഗിൾസിനെ ഒന്ന് ലൂസൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സാർ ഞാൻ ആദ്യം കാണിച്ചാൽ സാർ നമ്മൾ ലെഗിനെ റേസ് ചെയ്തിരിക്കാം. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലാന്റർ ഫ്ലെക്ഷൻ ചെയ്യും, താഴോട്ട് പോയി. 2 എന്ന് പറയുമ്പോൾ ഡോർസി ഫ്ലെക്ഷൻ, 3 എന്ന് പറയുമ്പോൾ ഈ ഓഡ് നമ്പേഴ്സ് നമ്മൾ പ്ലാന്റർ ഫ്ലെക്ഷനും ഈവൻ നമ്പറിൽ നമ്മൾ ഡോർസി ഫ്ലെക്ഷൻ ചെയ്യും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8,
9, 10. Let's it. 1, plantar flexion. 2, dorsiflexion. 3, 4, 5, 6, 7, 8, 9, and 10. നമ്മളിപ്പോൾ വാമപ്പ് ആയി നമ്മൾ സെറ്റ് ആയി. നമുക്ക് മെയിൻ സീരിയലേക്ക് പോകാം. നമ്മൾ ട്രെഡ്മില്ലാണ് ഷെഡ്യൂൾ ചെയ്തത്. 20 മിനിറ്റ്സ് ആണ്. അപ്പോൾ സാർ 2 മിനിറ്റ് വർക്ക് ചെയ്യുക, 2 മിനിറ്റ്സ് ചെറിയ പേസിൽ ജോഗ് ചെയ്യുന്ന പേസിൽ സാർ ഇതാണ് നമ്മൾ ട്രെഡ്മില്ല്. അപ്പോൾ നമ്മൾ സാർ ഇതിന് മുമ്പ് ട്രെഡ്മില്ല് യൂസ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ. ട്രെഡ്മില്ല് കയറുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഈ മാറ്റിന് കൂടെ കയറുമ്പോൾ ചിലപ്പോൾ എങ്ങാനും ഇൻ കേസ് അറിയാതെ ഓണാക്കി നമ്മൾ പുറകു കിട്ടും. നമ്മൾ റെയിമിൽ കൂടെ ചവിട്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നു. അപ്പോൾ സാർ അത് അവിടെ ആ ഇതിൽ റെയിമിൽ ചവിട്ടിക്കില്ല. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ സ്റ്റാർട്ട് ബട്ടണുകളാണ് നമ്മൾ പ്രസ് ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ട് പ്രസ് ഞാൻ പറയുമ്പോൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഓണോ വീണ്ടും സ്റ്റാർട്ട് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും. 3, 2, 1 അതിപ്പോൾ മാറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ റൈറ്റ് സൈഡ് 2, 4, 6, 8, 10 എന്ന് കാണുന്നത് പേസിലേക്കുള്ള ഷോർട്ട് കട്ടാണ്. അപ്പോൾ സാറിന് ഇപ്പോൾ 2 കിലോമീറ്റർ പേസിൽ വാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 2 തൊട്ടാൽ മതി. 4 കിലോമീറ്റർ പേസിൽ പോകണമെന്നുണ്ടെങ്കിൽ 4, 6. ഇനി ഇതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള 2, 4, 6, 8 എന്ന് പറയുന്നത് ഇൻക്ലിനേഷനാണ്. അപ്പോൾ നമുക്ക് 2% ഇൻക്ലിനേഷൻ, അതായത് ചെറിയൊരു ഐറ്റം പോലെ ഫീൽ ചെയ്യാനായിട്ട്. അപ്പോൾ സാർ ഇൻക്ലിനേഷൻ ചെയ്യേണ്ട, സാർ പേസ് ഒന്നും ചെയ്താൽ മതി. ആദ്യത്തേത് 4 ചെയ്യുക, രണ്ടാമത്തേത് 6 ചെയ്യുക. 6 ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്നും സാർ ജോഗ് ചെയ്താൽ മതി. 2 മിനിറ്റ്സ് വാക്ക്, 2 മിനിറ്റ്സ് ജോഗ്. അത് നമ്മൾ ആൾട്ടർനേറ്റീവ് ആയിട്ടൊരു ഇൻ്റർവൽ മോഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇൻ്റർവൽ മോഡ് എന്ന് പറഞ്ഞാൽ വാക്കിംഗ് ഉണ്ടായിരിക്കും, റണ്ണിങ് ഉണ്ടായിരിക്കും. അതിന് ആൾട്ടർനേറ്റീവ് വരും. അപ്പോൾ സാറിൻ്റെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, റോമൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കയറി നിന്നിട്ട് പേസ് കൂട്ടിയാൽ മതി. സാർ ഒരു 4 ഇട്ടോളൂ, കംഫർട്ടബിൾ ആയിരുന്നു പറയാം. സാർ ഇതിന് ഹോൾഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൽ സാറിന് റൈറ്റ് സൈഡിൽ സാറിൻ്റെ ഹാർട്ട് ബീറ്റ് കൗണ്ട് ചെയ്യും. ലെഫ്റ്റ് സൈഡിലെ ആ ടോപ്പ് സൈഡിൽ സാറിന് ഇൻക്ലിനേഷൻ കാണാം. ഇവിടെ സാറിൻ്റെ പേസ് കാണാൻ പറ്റും. ഇത് സാറിൻ്റെ ടൈമാണ്. അപ്പം ഇനി സാർ 2 മിനിറ്റ്സ് ഈ 4 കിലോമീറ്റർ പേസിൽ വാക്ക് ചെയ്യുക. അടുത്ത 2 മിനിറ്റ്സ് സാർ 6 കിലോമീറ്റർ പേസിൽ റൺ ചെയ്താൽ മതി. സാർ ഓക്കെ അല്ലേ? സാറിന് സംസാരിക്കണമെങ്കിൽ സാർ കംഫർട്ടബിൾ അല്ലേ? സാറിന് ഭക്ഷണം കഴിച്ചിട്ടൊക്കെയല്ലോ ആണ് സാറിന് ദിവസം ഓക്കെ ആയിരുന്നില്ലേ സാർ? സാർ ഓഫീസ് കഴിഞ്ഞിട്ടാണോ സാർ വരുന്നത്? അപ്പോൾ സാർ ഡെയിലി 9 മണിക്ക് പോകില്ലേ? അപ്പോൾ അതിന് ശേഷമാണ് സാർ ഇങ്ങോട്ട് വരുന്നത്. സാർ 2 മിനിറ്റ് ആകുമ്പോൾ സാർ ജസ്റ്റ് ഈ 6 നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പേസ് 6 ആവും. സാർ ചെറിയ പേസിൽ സാറിന് പെട്ടെന്ന് പോലെ ഒന്ന് ഹാൻഡ് റിലീസ് ചെയ്തിട്ട് ജോഗ് ചെയ്താൽ മതി. ഇത് ടൈമാണ്. ഇപ്പോൾ ഇതിൽ 2 മിനിറ്റ്സ് ആകുമ്പോൾ സാർ ജസ്റ്റ് ഒന്ന് ഇതിന് ടാപ്പ് ചെയ്താൽ മതി 6 മിനിറ്റ്. ആ സമയമാകുമ്പോൾ ചെയ്യും. സാർ ഇങ്ങോട്ട് ബൈക്കിലാണോ വരുന്നത്? സാറിന് വേറെ ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്നെങ്കിൽ പറഞ്ഞാൽ മതി. ഇൻ കേസ് സാറിന് തീരെ പറ്റാണ്ട് വരികയാണെങ്കിൽ ഈ എമർജൻസി ഇതിന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആയിക്കോളും. ഓക്കെ. സാറിന് പേസ് 6 ആയിരിക്കും. ചെറിയ പേസിൽ സാർ ഫ്രീ ആയിട്ട് ജോഗ് ചെയ്യും. ഇത് 2 ഇൻറ്റൻസിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം ചെയ്തത് ഒരു നോർമൽ 50 to 60% ഓഫ് ഹാർട്ട് റേറ്റിലാണ്. ഇപ്പോൾ സാറ് ചെയ്യാൻ പോകുന്നത് 60 to 70%ലാണ്. ഒരു ഫാറ്റ് ബേണിംഗ് സോണാണ്, സോൺ 2 എന്ന് പറയും. അതിലാണ് സാർ ജോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാറിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ?
സാർ റെഗുലറായിട്ട് ഓടാറുണ്ടോ? അല്ല, അത് നമ്മൾ യൂസ് ആകുമ്പോൾ നമ്മുടെ കാർഡിയോ വാസ്കുലർ എൻഡ്യൂറൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CV ചെയ്യുന്നത്. അപ്പോൾ ഓവർ ടൈം സാറിൻ്റെ ആ ഹാർട്ട് ബീറ്റ് ലോവറായിട്ട് വരും. വർക്കൗട്ട് ചെയ്യാനുള്ള എബിലിറ്റി, നമ്മുടെ കാർഡിയോ വാസ്കുലർ എൻഡ്യൂറൻസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്നത്. സാർ ഓക്കെ അല്ലേ സാർ? സാറിനൊരു 20 സെക്കൻഡ്സ് കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് 2 മിനിറ്റ്സ് നമുക്ക് വാക്ക് ചെയ്യും. ഓക്കെ സാറിന് പേസ് സാർ ഒരു സോൺ മണ്ടലാണ് സാർ നടക്കുന്നത്. സാർ ഇപ്പോൾ കുറച്ച് നേരത്തെ ചെയ്തത് തൊട്ട് മുമ്പ് ചെയ്തത് സോൺ 2-ലാണ്. അതെന്ന് പറഞ്ഞാൽ ഫാറ്റ് ബേണിങ് സോണാണ്. ഇത്തിരി ഇൻറ്റൻസിറ്റി ഉണ്ട്, അത്രേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്നത് ഇൻ്റർവൽ ട്രെയിനിങ് ആണ്. നമ്മൾ 2 മിനിറ്റ്സ് സാർ സ്റ്റോപ്പ്. സാർ വരും. ഇനി നമുക്ക് നമ്മുടെ മെയിൻ വർക്കൗട്ട് സാർ വരും. സാർ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് മെയിൻ വർക്കൗട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡെഡ് ലിഫ്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡെഡ് ലിഫ്റ്റ് ഞാൻ സാറിനെ ചെയ്ത് കാണിച്ചു തരാം, അതുപോലെ സാർ ചെയ്താൽ മതി. അപ്പോൾ നമ്മളത് പ്ലാൻ ചെയ്തിരിക്കുന്നത് പിരമിഡ് സെറ്റാണ്. പിരമിഡ് സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വെയിറ്റ് കൂട്ടും, റെപ്പ് കുറയും. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 10 kg വെച്ചിട്ടാണ്. അവിടെ നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ടുവരും. അപ്പോൾ ഓരോ സെറ്റ് കഴിയുമ്പോഴും വെയിറ്റ് കൂടും, അതിനനുസരിച്ച് നമ്മൾ റെപ്പ് കുറയും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 റെപ്പാണെങ്കിൽ പിന്നെ നമ്മൾ 10 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ കാണിച്ചു. നമ്മൾ ഡെഡ് ലിഫ്റ്റ് ആണ് ചെയ്യുന്നത്. സാറിന് ബിഗിനർ ആയതുകൊണ്ട് നമ്മൾ ഈ ബാർബിൾ ചെറുതായിട്ട് ചെയ്യുന്നു എന്ന് മാത്രം. ഇത് 10 kg വെയിറ്റ് ആണ്. സോ നമ്മൾ വെയിറ്റ് ഹോൾഡ് ചെയ്യുക, ഒരു ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുക, നീസ് ഒന്ന് സോഫ്റ്റ് ചെയ്ത് വയ്ക്കുക, ഹിപ്പ് വിട്ട് ലെഗ് പ്ലേസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഹിപ്പ് ഉണ്ടല്ലോ അത് പുറകിലോട്ട് ഗ്ലൂട്ട്സ് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. ഗ്ലൂട്ട്സ് ടൈറ്റ് ചെയ്തിട്ട് ഹിപ്പ് പുറകിലോട്ട് ഹിഞ്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഹെഡ് പൊസിഷൻ ന്യൂട്രലായിരിക്കുക. സ്പൈനിൻ്റെ ഷിൻ ബോണിൻ്റെ പകുതി വരെ താഴെ റേസ് ചെയ്യുക. വീണ്ടും ഹിപ്പ് പുറകിലോട്ട് ഫ്ലെക്സ് ചെയ്യുക, ഹിഞ്ച് ചെയ്യുക, വീണ്ടും റേസ്. ഇങ്ങനെയാണ് നമ്മൾ ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്നത്. ഞാൻ താഴത്തേക്ക് സാർ ലിഫ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് മുകളിൽ നിന്ന് നമുക്ക് താഴോട്ട് സ്റ്റാർട്ട് ചെയ്യാം. സാറിന് മനസ്സിലായി നിൽക്കാം. സാറ് ഹിപ്പ് വിടുത്തിൽ ലെഗ് പ്ലേസ് ചെയ്യാം. സാർ ഹിപ്പ് സാറിന് പിടിച്ചു സ്പൈൻ ന്യൂട്രലായിട്ട് വയ്ക്കുക, ഹെഡ് സ്ട്രേറ്റ് ആയിട്ട് വയ്ക്കുക. താഴ്ന്നപ്പം തന്നെ ഹെഡ് ന്യൂട്രലായിട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ ഹിപ്പ് ഗ്ലൂട്ട്സ് ടൈറ്റ് ചെയ്തിരിക്കുക. സാർ എന്നിട്ട് ഹിപ്പ് പുറകിലോട്ട് തള്ളിയാണ് പുഷ് ചെയ്യുക. സാർ അത് താഴെ ഷിന്നിൻ്റെ ഇതുവരെ എത്തിയാൽ സ്പൈൻ സ്റ്റഡി ആയിട്ട് വയ്ക്കുമ്പോൾ താഴെ വയ്ക്കും. Spine steady to focus. Back 1. Raise 2. Raise 3. 4. 5. 6. 7. 8. Sir, head neutralize. 9. 10. 2 more, sir. And 12. Sir, first second. Sir. ഇനി നമ്മൾ ഈ വെയിറ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ ചെയ്യുന്നത്. നമ്മൾ 10 kg ആണ് ചെയ്തത്, നമ്മൾ 12.5 kg നമ്മൾ വെയിറ്റ്. ഇത് 12.5 kg ആണ്. സാർ നേരത്തെ ചെയ്തപ്പോൾ തന്നെ വെയിറ്റിന് റെസിസ്റ്റൻസ് ഇത്തിരി നമ്മൾ റേസ് ചെയ്തിട്ടുണ്ട്.
പക്ഷെ നമ്മൾ ഇനി ചെയ്യുമ്പോൾ റെപ്സ് കുറയും. നേരത്തെ 12 ആണെങ്കിൽ ഇനി നമ്മൾ 10 ചെയ്യും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹോൾഡ് ചെയ്തു, ഗ്രിപ്പ് ഹോൾഡ് ചെയ്യുമ്പോൾ ഈ മാർക്ക് നോക്കി വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഹെഡ് ന്യൂട്രലൈസ് താഴുമ്പോൾ അതിനനുസരിച്ച് തന്നെ താഴെ 1 സ്റ്റാർട്ട്. താഴോട്ട് നോക്കും. നമ്മൾ താഴ്ന്ന സമയത്ത് ന്യൂട്രലായിട്ട് വയ്ക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നോക്കുക. നമ്മൾ നിൽക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിരിക്കുക. അതുപോലെ ഒപ്പം തന്നെ താഴോട്ട് ന്യൂട്രലായിട്ട് ഡൗൺ ചെയ്യും. താഴോട്ട് നിൽക്കും. ഓക്കെ സാർ. 2 lift 3 4 5 6 സർ ഗ്ലൂട്ട് ടൈറ്റ് ചെയ്ത് പുറകിലോട്ട് പുഷ് ചെയ്താൽ മതി. 7 8 2 more sir 9 and 10. ഇനി നമ്മൾ വീണ്ടും ഇതിന്റെ അടുത്ത പാസ് അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് സുമോ സ്ക്വാറ്റ് വിത്ത് കിറ്റിൽ പോലെ ഒരു AFE ആണ്, അഡീഷണൽ ഫങ്ഷണൽ എക്യുപ്മെന്റ് എക്സസൈസ് ആണ്. അതായത് നമ്മൾ വേറൊരു ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ സാർ സുമോ സ്ക്വാറ്റ് കൊണ്ട് ചെയ്തത് സുമോ സ്ക്വാറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നമ്മൾ ഹിപ്പ് ഷോൾഡർ വിട്ട് അപ്പാടി നമ്മൾ ലെഗ് പ്ലേസ് ചെയ്യുക. അതിനുശേഷം ചെറിയൊരു ആംഗിൾ കൊടുക്കും, എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ച്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഹോൾഡ് ചെയ്യാം. ദെൻ സാധാരണ സ്ക്വാറ്റ് പോലെ ഡൗൺ ചെയ്യും. 1 2 സാർ മനസ്സിലാകുന്നില്ല. അപ്പോൾ സാറിൻ്റെ ലെഗ്സും ഷോൾഡർ വിട്ട് അപ്പാടി സാറിന് കംഫർട്ടബിൾ ബാലൻസ് കിട്ടുന്ന പോലെ സാർ ഷോൾഡർ വിട്ടിനെ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. പിന്നെ ലെഗ്സ് ചെറിയൊരു ആംഗിളിൽ പ്ലേസ് ചെയ്യും. എന്നിട്ട് സാർ ഡൗൺ സാർ സ്റ്റിക്ക് സ്ട്രെയിറ്റ് 2 3 4 ബാക്കിലോട്ട് സാർ ഹിഞ്ച് ലെഗും കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യണം. ബാക്കിലോട്ട് പോകും. അപ്പോൾ ബാലൻസ് കിട്ടും നമുക്ക് കുറച്ച്. ഈ ലെഗ് സാർ ആംഗിളിൽ പ്ലേസ് ഇങ്ങനെയല്ല, ഔട്ട്വേർഡ്സ്. ഓക്കെ, കംഫർട്ടബിൾ സാർ. 1 ഓക്കെ 1 2 3 4 5 6 7 3 more 8 9 and 10. Okay, plus നമ്മളൊരു ബേസിക് സെറ്റാണ് ചെയ്യുന്നത്. 10 reps 3 സെറ്റ് ആയിട്ട് സാർ ചെയ്യും. സാർ എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുമ്പോൾ ലെഗ്സ് കുറച്ച് പാട്ട് വയ്ക്കുമ്പോൾ സാറിന് കുറച്ചും ബാലൻസ് കിട്ടും. അതുപോലെ നമ്മൾ ആംഗിൾ എത്തി ഔട്ട്വേർഡ് ചെറിയൊരു ആംഗിളിൽ വെക്കുക. അപ്പോഴാണ് നമ്മുടെ ഫുൾ ഹിപ്പ് ഫ്ലെക്സസ് ഫുൾ നമുക്ക് സ്ട്രെച്ച് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാറിന് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ ബാക്കിലോട്ട് ഇറങ്ങിയിരിക്കും. സർ ഫസ്റ്റ് സർ ഓക്കെ സർ സ്റ്റാർട്ട് 1 ഓക്കെ ഫസ്റ്റ് സർ ഇനി സാർ നമുക്ക് ബെഞ്ച് പ്രസ് ചെയ്യാം. സാർ ടവലെടുക്കും.
കുഴപ്പമൊന്നുമില്ല. ബെഞ്ച് പ്രസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ സാറിന് ആദ്യം ഡെമോ കാണിച്ചു തരാം. ഇത് നമ്മളൊരു ഡ്രോപ്പ് സെറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഡ്രോപ്പ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫെയിലിയർ വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സാറിന് ഞാൻ ഒരു 10 kg വെയിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് സാറിന് തീരെ പറ്റാണ്ടാവും. സാർ നമുക്ക് 5 kg 2.5 kg ആണ് നമുക്ക് ഡ്രോപ്പ് ചെയ്തുകൊണ്ട്. ഡ്രോപ്പ് സെറ്റ് എന്ന് പറഞ്ഞാൽ അൺടിൽ ഫെയിലിയർ നമ്മളൊരു സെറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നു. അതിനുശേഷം ഡ്രോപ്പ് ആകുമ്പോൾ നമ്മൾ കുറച്ച് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മളൊരു സെറ്റ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഞാൻ ആദ്യം സാറിന് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ശരി. സാർ നമ്മള് ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കാം. അതിനുശേഷം നമ്മൾ പുറകിലോട്ട് ലീൻ ചെയ്യുക. ബെഞ്ചിനൊക്കെ എടുക്കുക. നമ്മുടെ ഈ ബാർബലിനെ സ്ട്രെയിറ്റ് ആയിരിക്കണം. അത് നിങ്ങൾ തിരിച്ചു നോക്കിയാൽ ഈ രണ്ട് സപ്പോർട്ടിനെ സ്പോട്ട് നമുക്ക് കറക്റ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇവിടെ രണ്ട് ലൈൻ മാർക്ക് ഉണ്ടല്ലോ, അതിനോട് ചേർത്തിട്ട് പിടിക്കുക കുറച്ച് വൈഡായിട്ട്. എന്നിട്ട് നമ്മൾ ലിഫ്റ്റ് ചെയ്യാം. എന്നിട്ട് എൽബോ പെർപെൻഡിക്കുലർ ആയിരിക്കണം ഫ്ലോറിന്. എന്നിട്ട് ചെസ്റ്റ് സ്റ്റേണത്തുമ്പോൾ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. 1 2 3 ഇങ്ങനെയായിരിക്കും സാർ നമ്മൾ ചെയ്യാം. നമ്മൾ പുറകിലോട്ട് മുട്ടിച്ച് വയ്ക്കാം. ഇത് തന്നെ താഴോട്ട് വയ്ക്കാം. സാറിന് ഡൗട്ട് സാർ ലൈറ്റ് സാറിന് ലെഗ് താഴോട്ട് വെച്ചോളൂ, ഹോൾഡ് ചെയ്ത് പിടിച്ചോളൂ. അതുപോലെ ലംബാർ റീജിയൻ ഒന്ന് ചെറിയൊരു കർവ് കൊടുത്തു. അത് സാറ് ഫ്രണ്ട് ലെഗ് ഒന്ന് പുറകിലോട്ട് എടുത്താൽ മതി. അപ്പോൾ അവിടെ നാച്ചുറലി കർവ് വരും. ഓക്കെ സാർ, ഓക്കെ അല്ലേ? പിന്നെ ഈ റോഡുമേ അതിന് സ്ട്രീറ്റ് അല്ലേ ബാർബല്. ഓക്കെ, പിന്നെ സ്പോട്ടർ കാണാമല്ലോ ഫ്രണ്ട്. സാർ ഇവിടെ വൈഡായിട്ട് പിടിച്ചു. ഇതിന് ഈ ലൈനെ തൊട്ട് ഇപ്പുറത്ത് വെച്ചു. ഓക്കെ അല്ലേ? ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. സ്റ്റേണത്തിന് പ്ലേസ് ചെയ്യാം. 1 2 സ്ലോലി കൺട്രോൾ ചെയ്ത് 3 4 5 6 7 8 9 10 11 സർ ഫിഗർ ആണെങ്കിൽ പറഞ്ഞാൽ മതി. 12 13 14 ഓക്കെ ആണ് സാർ. ബുദ്ധിമുട്ടാണെങ്കിൽ സാർ പറഞ്ഞാൽ സാർ. ഓക്കെ, ഇവിടെ പ്ലേസ് ചെയ്തു. സാർ നമുക്ക് വെയിറ്റ് കുറച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പുറത്ത് 2.5 kg ചെറിയ വെയിറ്റ് ഇരിക്കും. സാർ കണ്ടിന്യൂ. ലെഗ് പുറകിലോട്ട് പുഷ് ചെയ്തു. ഓക്കെ ഓക്കെ, ഐ സ്ട്രെയിറ്റ് ആയിക്കോളൂ. സാർ 1 2 3
4 5 6 7 8 9 10 11. Sir, slowly, raising it slowly. 12. Sir, moving down. 14. 15. 16. 17. Sir, what a place it. Back to it. And I'm giving weight to remove it. Barbell. Okay. Step. 1 2 3 4 5 6 7 8 9 10 11. Sir, control ചെയ്തിട്ട് control ചെയ്തിട്ട് 11 12 13 14 15. Okay, sir. 16. Okay, ഇവിടെ വെച്ചു. അപ്പോൾ നമ്മളൊരു സെറ്റ് കംപ്ലീറ്റ് ചെയ്തതാണ് ഡ്രോപ്പ് സെറ്റിൽ. നമ്മളിങ്ങനെ ഓരോ തവണ ഫെയിലിയർ ആയപ്പോഴും നമ്മളത് വെയിറ്റ് കുറച്ച് വന്നു. ഈ സാധനം വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഇത് തന്നെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഇത് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സാറ് ലംബാറിക്ക് ഒന്ന് ചെറുതായിട്ട് ആർച്ച് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ സാറിൻ്റെ ഇതൊക്കെ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നില്ല? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല? സാർ ഓക്കെ അല്ലേ? അടുത്ത് നമുക്ക് ഡംബൽ ഓവർഹെഡ് ഷോൾഡർ പ്രസ് ചെയ്യാം. സാറിന് 5 kgs വെയിറ്റ് വെച്ചിട്ട് ചെയ്യാം. ഡംബൽ ഓവർഹെഡ് ഷോൾഡർ പ്രസ് എന്ന് പറയുന്നത് നമ്മൾ ഷോൾഡേഴ്സിന് വേണ്ടി ചെയ്യുന്ന ട്രപ്പീസിയസ് മസിൽസിനൊക്കെ ചെയ്യുന്നതാണ്. നമ്മൾ ഇയർ ലെവലിൽ നമ്മൾ ഡംബൽ ഹോൾഡ് ചെയ്യാം, ന്യൂട്രൽ പൊസിഷനിൽ ഗ്രിപ്പ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാം. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ 1 2 താഴെ നമ്മൾ ഇയർ ലെവലിൽ നിർത്തുക. 2 3. ഓക്കെ അല്ലേ സാർ? സാറ് അങ്ങനെ ചെയ്താൽ ന്യൂട്രലിൽ ഗ്രിപ്പ് ചെയ്തോളൂ. സാറ് സാർ സ്ട്രെയിറ്റ് ആയി ന്യൂട്രൽ ഇങ്ങനെ അല്ല, ഹാൻഡ്സ് എൽബോസും സ്ട്രെയിറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ റേസ് ചെയ്യും. 1 ഓക്കെ 2 3 4 5 6 7 2 more, 8 9 last 10. ഓക്കെ സാർ, ഫസ്റ്റ് സാർ നമുക്കിത് ബേസിക് സെറ്റ് ആയിട്ട് ചെയ്യാം. കാരണം 10 റെപ്സിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സാർ റെസ്റ്റ് ചെയ്ത് നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. ബേസിക് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ റെപ്സ് തന്നെ സെറ്റ്സിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സാറിന് റെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ആണെങ്കിൽ സാർ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? സാറിന് ഈ വർക്കൗട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നു?
സാറിന്റെ എൽബോ ഒന്ന് കുറച്ചും കൂടി ക്ലോസ് ചെയ്ത് വെച്ച് സാറിന് ഇവിടെ ചെറിയൊരു ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചാലാണ് നമുക്ക് മസിൽസിന് നമുക്ക് കിട്ടും. നമുക്ക് ഇനി പ്ലാങ്ക് ചെയ്യാം. സാർ പ്ലാങ്ക് മുമ്പ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ സീറ്റ് മുമ്പിൽ പ്ലാങ്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ആണ്. ഫുൾ ബോഡി വർക്ക്ഔട്ട് ആണ് ശരിക്കും ചെയ്യാൻ. പറഞ്ഞാൽ നമ്മൾ ഐസോമെട്രിക് എക്സസൈസ് ആണ്. അതുപോലെ നമ്മൾ ബോഡീനെ ഒന്നും മൂവ് ചെയ്യുന്നില്ല, പക്ഷെ അതേസമയം ബോഡിയിലെ എല്ലാ ജോയിന്റ്സും മസിൽസും ആക്ടിവേറ്റ് ആവുന്ന ഒരു വർക്കൗട്ടാണ് പ്ലാങ്ക്സ്. മെയിനായിട്ട് കോർ റീജിയന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കോറൊന്ന് ടൈറ്റ് ചെയ്ത് എൻഗേജഡ് ആയിട്ട് നമ്മൾ പ്ലാങ്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിരിക്കും. സാറിന് ഞാൻ ആദ്യം ഡെമോ കാണിച്ചു തരാം. സാർ അതുപോലെ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ 4 ഹോൾഡിൽ നിൽക്കുക. സാർ നേരത്തെ വന്നപ്പോൾ ക്യാമറ ചെയ്തല്ലോ, അതേപോലെ തന്നെ 4 ഹോൾഡിൽ നിൽക്കുക. അതിനുശേഷം ആദ്യം നമ്മുടെ എൽബോസ് ഇങ്ങനെ പ്ലേസ് ചെയ്യാം, ഇങ്ങനെ പ്ലേസ് ചെയ്യാം. അതിനുശേഷം ഓരോ ലെഗായിട്ട് പുറകിലോട്ട് വയ്ക്കുക. എന്നിട്ട് ഈ പൊസിഷനിൽ സാറ് ഹോൾഡ് ചെയ്താണ്. ഓക്കെ അല്ലേ സാർ? അതുപോലെ കോർ എൻഗേജ് ചെയ്ത് വയ്ക്കും. ഓക്കെ, നമ്മുടെ ആക്ഷനുകളാണ് ഫോക്കസ് ചെയ്യുന്നത്. കോർ ചെയ്യണം. നമ്മൾ കോർ എൻഗേജ് ചെയ്താലും നമുക്ക് അതിനൊരു വർക്കൗട്ടിന്റെ ഇഫക്റ്റീവ് കിട്ടും. ഐസോമെട്രിക് എക്സസൈസ് ആണ്. മൂവ്മെന്റ്സ് ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഹോൾഡ് ചെയ്യുന്നത് പോലും ഒരു കോൺട്രാക്ഷൻ എല്ലാ മസിൽസിനും കൊടുക്കുകയാണ് ചെയ്തത്. സ്റ്റാർട്ട് 4 ഹോൾഡിൽ സാർ ഇനി എൽബോ വൺ ബൈ ഓരോ എൽബോസ് ആയിട്ട് സാർ താഴോട്ട് പ്ലേസ് ചെയ്തു. ഇനി ഓരോ ലെഗ്സും എക്സ്റ്റെൻഡ് ചെയ്തു. സാറിന്റെ കോറ് എൻഗേജ് ചെയ്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സാർ. ഓക്കെ സാർ, നമ്മൾ 45 സെക്കൻഡ്സ് ആണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. So 35 seconds more. Sir, core engage ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സാറിന് അവിടെ കോറിൽ സാറിന് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, 10 more seconds sir. ഓക്കെ, 8 7 6 5 4 3 2 and 1 sir. Okay sir, relax. Sir, okay. സാറിന് കോർ ഏരിയയിൽ സാറിന് അത് എൻഗേജ്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ 3 സെറ്റാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 45 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യും. സാറിന് സാറിൻ്റെ എബിലിറ്റി അല്ലെങ്കിൽ കോർ ഏരിയ സ്ട്രെങ്തൻ ചെയ്യുന്നതിനനുസരിച്ച് സാറിന് കൂടുതൽ മിനിറ്റ് സാറിന് 45 സെക്കൻഡ്സ് 130 അങ്ങനെ 1 minute 30 seconds ഒക്കെ സാറിന് ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ സാറ് ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത സെറ്റ് കണ്ടിന്യൂ ചെയ്യാം. സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നു നമുക്ക് 4 ഹോൾഡിൽ നിൽക്കാം. എൽബോസ് 1 by 1 ആയിട്ട് പ്ലേസ് ചെയ്യാം. പുറകിലോട്ട് ഈച്ച് ലെഗ് ഓരോന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. കോർ എൻഗേജ് ചെയ്തിരിക്കുക. ഉയർത്തണ്ട സാർ, ഒന്ന് ഓക്കെ സ്റ്റാർട്ട്. ഇത് 45 സെക്കൻഡ്സ് ആണ്. Set 30 seconds more. Set 20 seconds. Okay, next. Planks, sir, okay. Next workout we move here. Sir, biceps workout here. നമുക്ക് ഒരു ഈസി ബാർ ബൈസെപ്സ് കേൾസ് അങ്ങോട്ട് സാറിന് അത് കിട്ടുന്നില്ല.
ഇതാണ് ഈസി ബാർ എന്ന് പറയുന്നത്, EZ ബാർ എന്ന് പറയും. നമ്മൾ ഇതൊരു ക്ലസ്റ്റർ സെറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ക്ലസ്റ്റർ സെറ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു സെറ്റിൽ നമ്മൾ 12 റെപ്പാ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 12 റെപ്പിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും 6, 4, 2 എന്നുള്ളത്. കാരണം ഇത് കുറച്ചൊരു ടൈറ്റ് ആയിരിക്കും. സാർ ഇപ്പോൾ ഇത്രയും വർക്കൗട്ട് ചെയ്തിട്ട് സാർ ഇത് ചെയ്യുമ്പോൾ സാറിന് മസിലിനൊക്കെ ഒരു പിടുത്തം വരും. അപ്പോൾ സാർ നമ്മളിത് ക്ലസ്റ്റർ സെറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 12 റെപ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. 12 റെപ്സിന്റെ 3 സെറ്റാണ് ചെയ്യുന്നത്. പക്ഷേ ഈ 12 റെപ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കണം മിനി സെറ്റുകളായിട്ട്. ആദ്യത്തെ നമ്മൾ 6 സെറ്റ് ചെയ്യും, ചെറിയ റിലാക്സ് ചെയ്തതിന് ശേഷം വീണ്ടും 4 സെറ്റ് ചെയ്യും, വീണ്ടും റിലാക്സ് ചെയ്തതിന് ശേഷം 2 മോർ സെറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ സാറിന് കാണിച്ചു തരാം. നമ്മൾ സാർ ഇവിടെ ഹോൾഡ് ചെയ്യാം, ഫ്രണ്ടിനോട് ചേർന്ന് എൽബോസ് പ്ലേസ് ചെയ്യാം. മുട്ടിച്ച് വെക്കണമെന്നില്ല, ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് സാധാരണ ബൈസെപ്സ് കേൾസ് ചെയ്യുന്ന പോലെ ഷോൾഡർ വിഡ്ത്തിൽ ഹിപ്പ് വിഡ്ത്തിൽ ലെഗ് പ്ലേസ് ചെയ്തതിന് ശേഷം സാർ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുക, ബൈസെപ്സിൽ ടെൻഷൻ കൊടുക്കുക, എഗെയിൻ റിലീസ് ചെയ്യാം, കോൺട്രാക്ട് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം. നമ്മളിപ്പോൾ ഇത് ഒരു ക്ലസ്റ്റർ സെറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. കണ്ടിന്യൂസ്ലി 12 റെപ്സ് അല്ല ചെയ്യുന്നത്, അതിനെ മിനി 6 ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം. സാർ ഓക്കെ അല്ലേ? ഹോൾഡ് ചെയ്യാൻ അവിടെ തട്ടു. സാർ ഒന്ന് കുറച്ച് പുറകോട്ട് കുറച്ചൊന്നും ചെയ്യും. സാർ റെഡിയായി. 1, 2, 3, 4, 5, 6. സാർ ഒന്ന് റിലാക്സ് ചെയ്തോ. ഞാൻ അതിന് ശേഷം താഴെ വേണ്ട, സാർ ഹോൾഡ് ചെയ്താണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രീത്ത് എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും അത് സാർ ഒന്ന് റിലാക്സ് ആയി സാർ വീണ്ടും വന്നു. ഓക്കെ, സ്റ്റാർട്ട്. 7, 8, സാർ 2 more, 9, 10. ഓക്കെ സാർ, ഇനി കുറച്ച് ഒരു സെക്കൻഡ് ഒന്ന് സാർ റെസ്റ്റ് ചെയ്തു, റിലാക്സ് ചെയ്ത് ബ്രീത്ത് ചെയ്ത് ഫ്രീ ആയിട്ട്. ഓക്കെ സാർ, കണ്ടിന്യൂ. 2 more, 1 more, 2. Okay. Sir, please. Next. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ട്രൈസെപ്സ് പുഷ് ഡൗൺ ആണ്. അത് നമ്മൾ റിവേഴ്സ് പിരമിഡ് സെറ്റ് എന്ന് പറയും. റിവേഴ്സ് പിരമിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പിരമിഡ് സെറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ആദ്യം നമ്മൾ കൂടുതൽ വെയിറ്റ് ഇട്ടിട്ട് കുറച്ച് ചെയ്യും, പിന്നെ വെയിറ്റ് കുറഞ്ഞതിനനുസരിച്ച് നമ്മൾ റെപ്പ് കൂട്ടുന്നതാണ് റിവേഴ്സ് പിരമിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ട്രൈസെപ്സ് പുഷ് ഡൗൺ ചെയ്യാം. അത് ഞാൻ സാറിന് ഡെമോ കാണിച്ചു തരാം. സാർ അതുപോലെ നമ്മൾ ചെയ്താൽ മതി. സാറിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഹോൾഡ് ചെയ്യാം. അതിനുശേഷം നീ സോഫ്റ്റ് ചെയ്ത് വയ്ക്കുക, ഫ്രണ്ടിലോട്ട് ഇത്തിരി ഒന്ന് ലീൻ ചെയ്ത് നിൽക്കുക. പുഷ് 1. നമ്മുടെ എൽബോസ് എപ്പോഴും ഫ്രണ്ടിനോട് ക്ലോസ് ആയിട്ട് വയ്ക്കുക. അത് നമ്മൾ വൈഡായി പോകരുത്, എൽബോസ് മൂവ് ചെയ്യരുത്. 2, 3. ഓക്കെ, ഇത് നമ്മൾ റിവേഴ്സ് പിരമിഡിലാണ് ചെയ്യുന്നത്. ആദ്യത്തെ വെയിറ്റ് കുറച്ചിട്ട് റപ്പ് കൂട്ടുകയാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റേത് നമ്മൾ എന്താ ചെയ്യുന്നത്? വെയിറ്റ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് കുറയ്ക്കും. സാറ് ഇത്തിരി കൂടി ഒരു സെക്കൻഡ് കുറച്ചൊന്ന് കയറി. ഓക്കെ, ഇനി സാർ നീസ് ഒന്ന് സോഫ്റ്റ് ചെയ്ത് ഫ്രണ്ടിലോട്ടൊന്ന് ചാരി ജസ്റ്റ് ഒന്ന് ഫോർവേഡ്. നമ്മൾ പുഷ് ചെയ്യുമ്പോൾ ഒരു ഫോഴ്സ്, ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടി. 1, 2, 3, 4, 5, 6,
1 8. ഓക്കെ സാർ. ഇനി നമ്മൾ വെയിറ്റ് കുറയ്ക്കും. റഫ് കൂട്ടും. സാർ ഓക്കെ അല്ലേ സാർ? വേറെ കുഴപ്പമൊന്നുമില്ല സാറിന് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ. നമ്മൾ ട്രൈസെപ്സിനാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ എൻഗേജ്മെന്റ് നമ്മളെ ട്രൈസെപ്സിലേക്ക് വരുന്ന രീതിയിൽ സാർ ചെയ്താൽ മതി. 1 2 3 4 5 6 7 8 9 10. 2 more sir. ഓക്കെ സാർ. ഇനി നമ്മൾ വെയിറ്റ് ചോദിച്ചത് വീണ്ടും ഒരു 12 റെപ്സ് ചെയ്തു. ഇപ്പോൾ നമ്മൾ 10 റെപ്സ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ 12. ഓക്കെ നെക്സ്റ്റ്. അപ്പോൾ നമ്മുടെ മെയിൻ വർക്കൗട്ട്സ് ഒക്കെ കഴിഞ്ഞു. നമുക്ക് ഇനി കൂൾ ഡൗൺ ആണത്. അപ്പോൾ നമുക്ക് കൂൾ ഡൗൺ സെറ്റ് ചെയ്യും. സാർ അവിടെ സാറിന് വർക്കൗട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട്? അപ്പോൾ നേരത്തെ ചെയ്ത പോലെ നമ്മളെല്ലാ ജോയിൻസിനും വർക്കൗട്ട് ചെയ്ത പൊസിഷനൊക്കെ കൊണ്ടുവന്ന് സ്ട്രെച്ച് ചെയ്ത് ലൂസ് ഈസി ആയിട്ടാണ് ചെയ്തത്. നമുക്ക് കൂടുതൽ ഒരു വാംപ്പ് സീരീസ് ചെയ്തതുപോലെ നമുക്ക് കൂൾ ഡൗൺ സീരീസ് ഉണ്ട്. ഇത് കുറച്ച് നേരം ട്രെഡ്മില്ലിൽ സാറിന് ഒരു 10 മിനിറ്റ്സ് സാറിന് കണ്ടിന്യൂസ് സ്റ്റേറ്റിൽ നമുക്ക് നടക്കാം. അതിനുശേഷം നമുക്ക് സ്ട്രെച്ചിങ്സിലേക്ക് വരും. അപ്പോൾ സാറ് നമുക്ക് ട്രെഡ്മില്ലിലേക്ക് പോകാം. അവിടെ ഒരു 5 മിനിറ്റ്സ് ബാക്കിയതാണ്. അപ്പോൾ സാറിൻ്റെ ബോഡിയുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ ഭയങ്കര റേസ് ആയിരിക്കുന്ന സമയമാണ്, എലിവേറ്റ് ആയിരിക്കും. അപ്പോൾ അതിന് നോർമൽ ലെവലിലേക്ക് പതുക്കെ താഴ്ത്തി കൊണ്ടുവരാനാണ് നമ്മളിപ്പോൾ ഒരു കൂൾ ഡൗൺ സീരീസ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ വാം സീരീസ് ചെയ്ത ഇൻറ്റൻസിറ്റി വേണ്ട നമുക്ക് 50 to 60 മാത്രം നമ്മൾ കുറച്ചുകൊണ്ടുവരാം. ഹാർട്ട് ബീറ്റ് സാറിനപ്പോൾ ട്രെഡ്മിൽ യൂസ് ചെയ്യാൻ അറിയാം. സാർ തീർന്നു. അപ്പോൾ നേരത്തെ ചെയ്ത ഇൻറ്റൻസിറ്റിയിൽ വേണ്ട ഫോറിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് 5 മിനിറ്റ്സ് നമ്മൾ നടന്നാൽ മതി. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാറ്റ് മൂവ് ചെയ്ത് തുടങ്ങിയാൽ പതുക്കെ ഇറങ്ങി, മാറ്റ് മൂവ് ചെയ്തിട്ട് ഇറങ്ങി. ഓക്കെ, ഇതിന് സാർ ഒരു 4-ൽ ഇട്ടിട്ട് സാർ നടക്കും. സാറിൻ്റെ വർക്കൗട്ട് എങ്ങനെയുണ്ടായിരുന്നു? വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല സാറിന്? എന്തെങ്കിലും മസിലോ ജോയിന്റിലോ പെയിൻ എങ്ങനെ തോന്നി, ഫീൽ ചെയ്തു? ഓക്കെ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മളിത് ചെയ്ത് 50 to 60% ഹാർട്ട് റേറ്റിലാണ്. നമ്മുടെ ബോഡിനെ ഒന്ന് തണുപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ സ്ട്രെച്ച് ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ ഡേ നമ്മൾ ഫിനിഷ് ചെയ്യും. അപ്പോൾ സാറ് കൂളായിട്ട് നടന്നാണ്. അപ്പോൾ സാറിന്ന് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകും. അത് അവിടെ സാർ നാളെ വരില്ലേ സാർ? നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ, പിന്നെ അത് ഓക്കെ ആയിട്ട് വരും. സാറിന് പറഞ്ഞാൽ കുറേ ദൂരമുണ്ടോ വീട്ടിലേക്ക്? ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ സാർ, കുഴപ്പമില്ല സാർ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വാമപ്പ് ചെയ്തപ്പോൾ സ്ട്രെച്ചസ് ചെയ്ത പോലെ തന്നെ നമ്മൾ കൂൾ ഡൗണിൽ കുറച്ച് സ്ട്രെച്ചസ് ചെയ്യും. അത് ചെയ്യാനായിട്ട് നമുക്ക് ഷോൾഡറിന് തുടങ്ങാം. ഷോൾഡറിന് ക്രോസ് ചെയ്തിട്ട് ക്രോസ് ആയിട്ട് ഹാൻഡ് പ്ലേസ് ചെയ്യാം. ഓപ്പോസിറ്റ് ഹാൻഡിന്റെ പാംസ് ഉപയോഗിച്ചിട്ട് ഇവിടെ ത്രസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ട്രെച്ച് ഫീൽ ചെയ്യാം. അത് നമ്മൾ 10 സെക്കൻഡ്സിന് കൂടുതൽ ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഞാൻ കൗണ്ട് ചെയ്യാം, സാർ ഹോൾഡ് ചെയ്താൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. സാർ ആ ഹാൻഡിന് സ്ട്രേറ്റ് ആയിട്ട് ഈ പാം ഉപയോഗിച്ചിട്ട് ഈ ജോയിൻസിനെ ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്ട്രെച്ച് ഫീൽ ചെയ്യും. സാറിന് സ്ട്രെച്ച് ഫീൽ ചെയ്യുന്നു. 1 2 3
4 5 6 7 8 9 10 6 ഇതുപോലെ തന്നെ അപ്പുറത്തെ കൈ ഹാൻഡ്സും സ്ട്രെയിറ്റ് ആയിരിക്കും. ഓക്കെ സൈഡ് 1 2 3 4 5 6 7 8 9 and 10. ഇനി നമുക്ക് ട്രൈസെപ്പിനെ സ്ട്രെച്ച് ചെയ്യാം. നമ്മൾ എൽബോ നെക്കിൻ്റെ പുറകിലേക്ക് എടുക്കുക, ഓപ്പോസിറ്റ് ഹാൻഡ് കൊണ്ട് ഇങ്ങോട്ട് പുൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു 10 seconds ആണ് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത് ഈച്ച് എൽബോ. അപ്പോൾ ഞാൻ കൗണ്ട് ചെയ്യാം. സാറേ സ്ട്രെച്ച് ചെയ്തു, പുൾ ചെയ്തു. 1 2 3 4 5 6 7 8 9 and 10. So next time. 1 2 3 4 5 6 7 8 9 and 10. Okay. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വാഡ്രിസെപ്സിന് വേണ്ടിയുള്ള സ്ട്രെച്ച് ആണ്. അപ്പോൾ സാർ ഇവിടെ ഹോൾഡ് ചെയ്യാം. നമ്മളെ സാർ ഹോൾഡ് ചെയ്തു, ലെഗ് ഇങ്ങനെ ആംഗിൾ ഒന്ന് ഹോൾഡ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഗ്ലൂട്ട്സിലേക്ക് ടൈറ്റ് ചെയ്ത് പിടിക്കാം. അപ്പോൾ നമ്മുടെ ക്വാഡ്രിസെപ്സ് ഒന്ന് സ്ട്രെച്ച് ആവും. ഓക്കെ സാർ, അങ്ങനെ 10 seconds ഹോൾഡ് ചെയ്താൽ മതി. 1 2 3 4 5 6 7 8 9 10. ഫീഡ്ബാക്ക്. സാറിന് ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞിട്ട് സാറിന് എന്താണ് തോന്നിയത്? ഇതിന് മുമ്പ് ഞാൻ ഇതുവരെ ഇങ്ങനത്തെ വർക്കൗട്ട് ചെയ്തില്ല. കാരണം ക്ഷീണം ചെയ്യുന്നുണ്ട്. സാറിന് വേറെ ജോയിൻസിൽ പെയിൻസ് ഒന്നും ഇല്ല. ഇല്ല. അതാണ് ഒരു കൺസേൺ ആവുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെയിൻ വരാൻ പാടില്ല. നമ്മൾ ബിഗിനർ ആയ സ്ഥിതിക്ക് നമ്മൾ പതുക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സാറ് നന്നായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. സാറിന് പ്രതീക്ഷിച്ചതിലും കൂടുതൽ ബെറ്റർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ സാറിന് മോഷൻ കറക്റ്റായിട്ട് വരാനൊരു സമയമെടുക്കും. അത് സാറിന് ഓവർ ടൈം അത് ശരിയായിട്ട് വരും. അതുപോലെ നമ്മുടെ ബ്രെയിനും മസിൽസും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അത് ബിൽഡ് ചെയ്ത് വരുന്നതനുസരിച്ച് സാർ ചെയ്യുന്ന ഓരോ വർക്കൗട്ടും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് വരും. നമുക്ക് സാറിന് ഓരോ വർക്കൗട്ടും കറക്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മസിൽസിനായിട്ട് അത് ഫീൽ ചെയ്യാനായിട്ട് ഒരു ബിഗിനിങ് ആയിരിക്കും. ഇനി നമുക്ക് ഓരോ ദിവസവും നമുക്ക് ആ ഒരു ബ്രെയിൻ മസിൽ കണക്ഷൻ നമുക്ക് ബിൽഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ചിലപ്പോൾ ഓക്കെ. സോ താങ്ക് യു സാർ. നാളെ തന്നെ